ചേട്ടാ നമസ്കാരം. നമസ്കാരം. നല്ല വിശേഷം. ഞാനിപ്പോ എന്താ പറയണ്ട, നമ്മുടെ ഒരു സുഹൃത്തിന്റെ കടയില് വന്നിരുന്നപ്പോ ഞാനിപ്പോ സതീഷിനെ ഇങ്ങനെ കണ്ടു. സതീഷ് ചേട്ടാ, നമ്മുടെ പെരേരനെ കുറിച്ച് ചേട്ടൻ എന്നാ അഭിപ്രായം? പെരേര നല്ലൊരു പയ്യനാണ്, കലാരംഗത്ത് വരേണ്ട ഒരാളാണ്. ആളുകളൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് പലതും പറയുമെങ്കിലും അല്ല, അങ്ങനെയല്ല ചേട്ടാ. ഞാൻ പറഞ്ഞുതരാം, പെരേര എന്ന് പറയുന്ന ഒരു കലയായിട്ട് യാതൊരു ബന്ധമില്ല. ഇല്ല. അഭിലാഷാട്ടായും മാഹിൻ മൂവാറ്റുപുഴയും അദ്ദേഹത്തിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ വേറൊന്നുമല്ല, അദ്ദേഹം ഞങ്ങൾക്ക് മുമ്പേ മറ്റേ എന്താ പറയണ്ട സോഷ്യൽ മീഡിയയിൽ വാർത്താരമായ വ്യക്തിയാണ്. അപ്പോൾ പല ആൾക്കാരും പലതും പറയും, അവൻ പൊട്ടനാണ്, അവനക്ക് ബോധമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ അവൻ ചെയ്യുന്നത് നമുക്കറിയാം, എനിക്കും അഭിലാഷിനും അറിയാൻ പറ്റും. മനസ്സിലായോ? ഒരു കലാകാരൻ എന്നുള്ള രീതിക്ക്. അപ്പോൾ സതീഷിനേട്ടാ, അവനെ ഒരിക്കലും കൊച്ചാക്കി ആൾക്കാർ കാണരുത്. കാരണം അവൻ അറിയപ്പെടുന്ന ഒരു കലാകാരനായി മാറേണ്ട ആളാണ്. അല്ലാതെ തീർച്ചയായിട്ടും. കാരണം അതിന്റെ ഏറ്റവും വലിയൊരു മുൻപന്തിയിൽ നിൽക്കുന്നത് ഞാൻ, അഭിലാഷ് ഷാട്ടായും വിഷ്ണു കൊച്ചിക്കാരൻ, ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെയാണ്. നിഷ ഇടുക്കി, എന്താ പറയട്ടെ, ഇങ്ങനെയുള്ളവരൊക്കെയാണ് അലിനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നത്. അപ്പൊ അത് നിങ്ങൾ പ്രേക്ഷകർ ഒരു കാരണവശാലും തളർത്തിക്കളയരുത്. അപ്പൊ സതീഷ് ചേട്ടാ, അലിനെ കുറിച്ച് എന്താണ് ചേട്ടൻ പറയാനുള്ളത്? അല്ല, അലിൻ ജോസ് പെരേരനെ കുറിച്ച് ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ വീഡിയോസ് കാണുമ്പോഴും റിവ്യൂ പറയുന്നത് കാണുമ്പോഴൊക്കെ എനിക്ക് അദ്ദേഹത്തോട് വലിയൊരു ഇഷ്ടമാണ്, ആരാധനയാണ്. എന്റെ അനിയന്റെ പ്രായമുണ്ട്. മാത്രമല്ല കലാരംഗത്ത് വരാൻ താല്പര്യമുള്ള വ്യക്തിയാണ്. അഭിലാഷമാണെങ്കിലും മാഹിനാണെങ്കിലും അദ്ദേഹത്തെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു വിശ്വാസം, ഒരു ആറ്റിറ്റ്യൂഡ്, കോൺഫിഡൻസ് അതിൽ വിജയിച്ചു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെക്കാളും കൂടുതൽ പരസ്യങ്ങൾ കാര്യങ്ങളെല്ലാം അവനക്ക് വരുന്നുണ്ട്. വിവാഹ ആശംസകൾ പറയാനും അതിനൊക്കെ അവനക്ക് പൈസ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവനക്ക് നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ജനങ്ങൾ മനസ്സിലാക്കാത്ത ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അലനെ എന്തിനിങ്ങനെ കോമാളിയായിട്ട് നിങ്ങൾ കാണുന്നു എന്ത് മാത്രമാണ് എനിക്ക് ഉദ്ദേശിക്കാനുള്ളൂ. അതിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയെ മനസ്സിലാക്കിയത്, ഒരു ലഹരിക്കാരനല്ല. അല്ല, മറ്റുള്ള ആളുകളെ പോലെ മദ്യപിക്കുക, സിഗരറ്റ് വലിക്കുക, അങ്ങനെ ഒരു പ്രശ്നക്കാരനല്ല. അദ്ദേഹത്തിന്റെ ആഗ്രഹം വെച്ചിട്ട് അദ്ദേഹം മുന്നേറുന്നു. എന്താണെങ്കിലും അദ്ദേഹത്തിന് ഉദ്ദേശിച്ച സ്ഥാനത്ത് എത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ആ കാര്യത്തിൽ എന്റെ പ്രാർത്ഥനയുണ്ട്. അലിൻ ജോസ്. ഓക്കെ.